അഫലാ തതദബ്ബറൂൻ, ചിന്താശക്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ചിന്തിക്കാൻ അത് ഒരാൾ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളമ്മ ചെറുപ്പത്തിൽ നമ്മളൊക്കെ തെറ്റിട്ട് ഇപ്പതാ നമ്മളും അങ്ങനെ കേട്ടു പഠിച്ചു അല്ലേ? അതിന്റെ അപ്പുറം ഖുർആൻ വരി ചോദിക്കാൻ കഴിയുമോ നമുക്കതിന്? അപ്പൊ തഖ്ലീദ് പാടില്ല എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. കാരണം നമ്മളെ ഒരു കുട്ടി 5 വയസ്സ് പൂർത്തിയായി, നമ്മളവനെ മദ്രസയെ കൊണ്ടുപോയി ചേർക്കണ്. മുജാഹിദിന്റെ മദ്രസ ആയാലും സുന്നിന്റെ മദ്രസ ആയാലും ഏത് മദ്രസ ആട്ടെ, മദ്രസയെ കൊണ്ടുപോയി ചേർക്കുമ്പോ ഉസ്താദ് എഴുതി കൊടുക്കുന്നു അലിഫ് എന്ന് എഴുതി കൊടുക്കുന്നു. പഴയ കാലത്ത് ഇപ്പൊ എന്താ അങ്ങനെ തന്നെയല്ലേ? ആയിക്കോട്ടെ, ഏതായാലും ആ അക്ഷരം തൽക്കലുണ്ടാവും അലിഫ്. ഈ അലിഫ് എഴുതി കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ വായിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ്. ആ വായിക്കൂല. എന്തേ എന്റെ അലിഫ നിങ്ങളോട് ആരെയും പറഞ്ഞു? ഷാഫി ഇമാമിനെ സ്വീകരിക്കാൻ വയ്യ. ഇത് അലിഫ നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല പറഞ്ഞോ അലിഫാന്ന്? റസൂല് പറഞ്ഞോ? ആര് പറഞ്ഞു? കുട്ടി വാശി പിടിച്ച്. അപ്പൊ ഉസ്താദി വലിയ ശൈത്താനാ പറയാൻ പറ്റുമോ? ശൈത്താനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ശരിക്കും മറുപടി ഇടണം. ഇത് അലിഫാന്ന് ആരെ പറഞ്ഞു? ഉസ്താദെ എടാ കുട്ടി വല്ലാതെ ഇടങ്ങറായ പോലെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ഇന്ന ആള് പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ, നേർക്ക് നേരെ വരണ്ടേ? അല്ല പറഞ്ഞു കൊടുത്തോ ഇത് അലിഫാന്ന്? അവസാനം എന്ത് ചെയ്യേണ്ടി? കുട്ടി പറയാ ഇതിന്റെ വല്യപ്പാടെ കുണ്ടമ്പടി ഇതേ കോലത്തിലാ. വല്യപ്പാക്കുണ്ട് യാതൊരു ബടി, ഇത് കുറച്ച് നീളം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഇത് ബടിയാണ് ഉസ്താദേ. എന്താ പറയാനുള്ളത്? ഇത് എന്റെ വാപ്പാടെ അല്ലെ വല്യപ്പാന്റെ ബടിന്റെ ഒരു കോലാണ് ഇപ്പൊ നിങ്ങൾ ഈ വരച്ചത്. അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. അലിഫ് എന്ന് പറയണമെങ്കിൽ അള്ള നിങ്ങളോട് പറഞ്ഞത് അലിഫാന്ന്. അവസാനം പറയടാ, എടാ ചെക്ക, എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞതാ. അപ്പൊ ഉസ്താദിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂടാ? അത് നോക്കണ്ടടാ, കുടുങ്ങിയില്ലേ? ഉസ്താദിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ? ഈ ഉസ്താദിനെ എവിടെ കിട്ടി? അയാളെ ഉസ്താദിന് പിന്നെ ഇത് വരെ കിട്ടി. അങ്ങനെ പോകും ഏത് വരെ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഈ റൂട്ട് അംഗീകരിക്കാതെ കണ്ട് ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ എന്ന് ബുദ്ധിപരമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. ഈ റൂട്ടിനെ അംഗീകരിക്കാതെ കണ്ട് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ? ഇസ്ലാമിന്റെ പേരിൽ തോന്നിയാസം പറഞ്ഞതിന് കുഴപ്പമില്ല. ഈ രൂപത്തിൽ ഇസ്ലാമികമായി അടിസ്ഥാനപരമായി വിശദീകരിക്കാൻ സാധ്യമാണോ? ഈ റൂട്ടാണ് തെറ്റിപ്പോയാൽ ഇല്ല. ഈ മാർഗം സ്വീകരിക്കുന്ന കക്ഷിയുടെ പേരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇതല്ലാതെ ഏത് വഴിയാണ് നമുക്ക് രക്ഷയുടെ മാർഗമുള്ളത്? പക്ഷേ ഈ മാർഗം കൈവടിഞ്ഞ കക്ഷിയാണ് ആര്? നമ്മളെ മുജാഹിദ് എന്ന് പറയുന്ന കക്ഷി. ഞാൻ ഒന്ന് രണ്ട്